വടകര ദേശീയപാതയിൽ ചോറോട് കാറിടിച്ച് വയോധിക മരിക്കുകയും പേരക്കുട്ടി അബോധാവസ്ഥയിലാവുകയും ചെയ്ത സംഭവത്തിൽ പ്രതിക്കെതിരെ വീണ്ടും കേസ്. വ്യാജരേഖ ചമച്ച് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം തട്ടിയെടുത്തതിന് പുറമേരി സ്വദേശി ഷജീലിനെതിരെ നാദാപുരം പോലീസാണ് കേസെടുത്തത്. 30,000 രൂപയാണ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരമായി വാങ്ങിയത്. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഒരു പ്രധാനപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിഷയത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അല്ലെങ്കിൽ ഈ പ്രതി എന്ന് പറയുന്നത്. വീണ്ടും തട്ടിപ്പ് നടത്തുന്ന വാർത്ത വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നല്ല. എന്താണ് ഇൻഷുറൻസ് കമ്പനിയിൽ അയാൾ തട്ടിപ്പ് നടത്തിയത്? അവിടെ നിന്നും എന്ത് കള്ളം ചെയ്തുകൊണ്ടാണ് അയാൾ മുൻപോട്ട് പോയത്? പ്രിയ, ഈ കേസ് പോലീസ് അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവായ ഒരു കേസ് കൂടിയാണ്. അമ്മൂമ്മയും പേരമകളും ദൃഷാനയും വാഹനമിടിച്ച് ദൃഷാന അബോധാവസ്ഥയിലാകുന്നു, ബേബി മരിക്കുന്നു. ആ നിലയിൽ 9 മാസം മുമ്പ് നടന്ന ഫെബ്രുവരി 17 നടന്ന ഒരു സംഭവമാണിത്. വാഹനം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഈ അപകടം വരുത്തിയ വാഹനത്തിനായുള്ള അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം തട്ടിയ വിവരം പോലീസിന് വ്യക്തമാകുന്നത്. പുറമേരി സ്വദേശി ഷജീലാണ് അത്തരത്തിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം തട്ടിയത്. വാഹനം മതിലിടിച്ച് തകർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ പണം 30,000 രൂപ ഷജീൽ തട്ടിയെടുത്തതെന്നാണ് പോലീസിന് വ്യക്തമായത്. അങ്ങനെയാണ് ഷജീലിലേക്ക് ഈ കേസ് തന്നെ എത്തിച്ചേരുന്നത്. ആ സംഭവത്തിലാണിപ്പോൾ വ്യാജരേഖ ചമച്ച് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം തട്ടിയതിനാണ് ഷജീലിനെതിരെ ഇപ്പോൾ പുതിയൊരു കേസ് കൂടി നാദാപുരം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അടുത്ത ദിവസം തന്നെ പോലീസ് വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. നിലവിൽ പ്രതി ഷജീൽ വിദേശത്താണ്. വിദേശത്തുള്ള ഷജീലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഷജീൽ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. കുട്ടി 9 വയസ്സുകാരി ദൃഷാന ഇപ്പോഴും അബോധാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകുകയും ചെയ്യുക. പ്രിയ. ശരി ലതീഷ്, എന്തായാലും കുറ്റകൃത്യങ്ങൾ തുടരെ ചെയ്യുന്നത് ശീലമാക്കിയ ചിലരുണ്ട്. അവരെ പോലെ അല്ലെങ്കിൽ അവർക്ക് ഒരു ഉദാഹരണമായി ഇയാൾ മാറുകയാണ്. ഈ ഇൻഷുറൻസ് കമ്പനിയിലെ തട്ടിപ്പ് സംബന്ധിച്ചുള്ള വാർത്തയിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. വിവരങ്ങൾ കൂടുതലായി പുറത്തേക്ക് വരും എന്ന് തന്നെ വ്യക്തമാകുന്നു. ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.